ഹായ് നമസ്കാരം. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് കൂട്ടുകാരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി. അപ്പോൾ അവർക്കുള്ളൊരു റിപ്ലൈ വീഡിയോ പോലെ 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻഡോമെട്രിയോസിസ് എന്ന അസുഖം മൂലമുള്ള ഇൻഫെക്ഷൻ കാരണം ആൻറ്റിബയോട്ടിക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അപ്പോൾ ചിലർക്കെങ്കിലും എൻഡോമെട്രിയോസിസ് എന്താണെന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ പറയട്ടെ, ഞാനൊരു ഡോക്ടറൊന്നുമല്ല. 6 വർഷമായിട്ട് ഈ അസുഖം അനുഭവിച്ച് വരുന്ന ഒരു പേഷ്യൻ്റാണ്. ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുള്ള പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ചോദിച്ചറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എൻഡോമെട്രിയോസിസ് എന്നാൽ യൂട്രസിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്ന ഒരു ലൈനിങ്, അതിനെ എൻഡോമെട്രിയം എന്നാണ് പറയുന്നത്. ആ ഒരു എൻഡോമെട്രിയം ഹോർമോൺ ഇൻഫ്ലുവൻസ് മൂലം തിക്കൻഡ് ആവുകയും പൊട്ടി ബ്ലഡായിട്ട് ഓരോ മന്തിൽ പുറത്തു പോവുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് മെൻസസ്. അപ്പോൾ ഈ ഒരു എൻഡോമെട്രിയൽ ടിഷ്യൂ യൂട്രസിൻ്റെ ഉള്ളിലല്ലാതെ പുറത്ത് മറ്റേതെങ്കിലും ഭാഗത്ത് പറ്റിപ്പിടിച്ച് വളരുന്ന അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. അത് ചിലപ്പോൾ ഫലോപ്പിയൻ ട്യൂബിലാവാം, അല്ലെങ്കിൽ 2 ഓവറിയിലാവാം, കുടലിലാവാം, പിന്നെ മറ്റേതെങ്കിലും ഭാഗത്താവാം, അപൂർവമായിട്ട് ബ്രെയിനിലോ കണ്ണിലോ ഒക്കെ ആവാം. ഇതുപോലെ നമുക്ക് യൂട്രസ് ഓവറി ഒട്ടിപ്പിടിച്ച അവസ്ഥ, അല്ല യൂട്രസ് ഓവറി ഫലോപ്പിയൻ ട്യൂബ് ഒട്ടിപ്പിടിച്ച അവസ്ഥ, അല്ലെങ്കിൽ യൂട്രസും ഓവറിയും ഫലോപ്പിയൻ ട്യൂബ്സും അതുപോലെ തന്നെ കുടലും എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച അവസ്ഥ ഒക്കെ ഉണ്ടാവും. അപ്പോൾ വയറ്റിന്ന് പോകാനും ഒക്കെ ബുദ്ധിമുട്ട്, സിവിയറായിട്ടുള്ള പെയിൻ, പിന്നെ ഹെവി ബ്ലീഡിങ്, ഇതെല്ലാം അനുഭവപ്പെടാം. നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി തന്നെ നഷ്ടപ്പെടാം. നമുക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, ഈ പെയിൻ വെച്ച് വീട്ടിലെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ നമ്മൾ മെൻ്റലിയും ഈ ഒരു പെയിൻ വെച്ച് കൊണ്ട് തന്നെ നമ്മൾ മെൻ്റലി ഒരുപാട് ഡൗൺ ആകും. പിന്നെ ഈ ഒരു എൻഡോമെട്രിയൽ ടിഷ്യൂ വളരുകയും ഒരു എൻഡോമെട്രിയോട്ടിക് സിസ്റ്റായി മാറുകയും ചെയ്യുന്നു. ഓവറിയിലാണെങ്കിൽ ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയുന്നു. ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ കളറിലാണ് ഈ ഒരു സിസ്റ്റ്. കഴുകിയ ബ്ലഡ് വെച്ചിട്ടുള്ള കളറിലാവുമ്പോൾ ചോക്ലേറ്റ് കളറിലായി വരും. അതുകൊണ്ടാണ് ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഇൻഫെർട്ടിലിറ്റിക്കും ഇതൊരു കാരണമാവുന്നുണ്ട്. കാരണം ഒരു സിസ്റ്റ് ഉള്ള ഭാഗത്ത് നമുക്ക് എഗ്ഗ് വളരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ എഗ്ഗ് റിലീസ് ആവാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ ഫലോപ്പിയൻ ട്യൂബിൽ ബ്ലോക്ക് ആവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അസുഖമുള്ളവർക്ക് മാനസികമായിട്ട് നല്ലൊരു സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലമായി ഇത്രയും പെയിനും ഇതെല്ലാം അനുഭവിച്ച് വന്ന ആളാണ്. വീട്ടിൽ തന്നെ നമ്മൾ ഒതുങ്ങിക്കൂടി നിൽക്കേണ്ട അവസ്ഥ, ഓരോ പീരീഡ്സും കഴിയുമ്പോൾ ഇൻഫെക്ഷൻ അധികമാകുന്ന അവസ്ഥ, പെയിന് എല്ലാം കൂടെയായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തന്നെ ഒരു പീരീഡ് സമയത്ത് മാത്രമായിരുന്നു വളരെയധികം പെയിൻ അനുഭവപ്പെട്ടത്. പക്ഷെ പിന്നീട് അത് മാറി പീരീഡ്സിന് മുമ്പും പീരീഡ്സിന് ശേഷവുമായി ഒരു 10 ദിവസമായി, പിന്നീട് അത് 15 ദിവസമായി, പിന്നീട് അത് എല്ലാ ദിവസങ്ങളിലേക്കുമായിട്ട് വ്യാപിക്കുകയാണ് ചെയ്തത്. പീരീഡ്സ് സമയത്ത് ഒരു ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്ങും അതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള പെയിനും, അല്ലാത്ത സമയത്തും പെയിനും. നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ ആകെ മാനസികമായിട്ട് ഡൗൺ ആയിട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ ഫാമിലിയിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് ഈ ഒരു അസുഖമുള്ളവർക്ക് ആവശ്യമുണ്ട്. പിന്നെ ഞാൻ തുടർന്ന് ജീവിക്കുന്നതിന് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ദുസ്സഹമായിട്ടുള്ള ജീവിതമായിരിക്കും. കാരണം ജീവിക്കണോ വേണ്ടയോ അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. ഇത് അനുഭവിച്ചവർക്ക് മാത്രമാണ് ഈ ഒരു അവസ്ഥ പറയാൻ പറ്റുള്ളൂ. ഞാൻ അനുഭവിച്ച വ്യക്തിയാണല്ലോ. അതേപോലെ എന്നെപ്പോലെ അനുഭവിച്ച പലരും ഉണ്ടാവും. അപ്പോൾ അവർക്കും ഈ ഒരു അവസ്ഥ അറിയാൻ പറ്റും. അപ്പം ഈ ഒരു എൻഡോമെട്രിയോസിസ് അസുഖമുള്ളവരെ ഒറ്റപ്പെടുത്താതെ കുറ്റപ്പെടുത്താതെ അവർ ചേർത്ത് നിർത്തി സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നന്ദി.